ബ്രസീൽ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് കോപ്പ അമേരിക്കയിൽ നിന്ന് ബ്രസീൽ പുറത്തായിരിക്കുന്നു. ക്വാർട്ടർ ഫൈനൽ ഷൂട്ടൌട്ടിൽ ഉറുഗ്വേയോട് 4-3 തോറ്റത്. വിനീത വേണു നമുക്കൊപ്പം ചേരുന്നു. വിനീത വേണു, ബ്രസീൽ ആരാധകർക്ക് മഞ്ഞപ്പടയ്ക്ക് വലിയ നിരാശയാണ്. എന്താണ് സംഭവിച്ചത്? വീണ്ടും ഷൂട്ടൌട്ടിലാണോ ബ്രസീൽ പുറത്തായത്? അരുൺകുമാർ, ഏറെ വേദനയോട് പറയട്ടെ, ഞാനൊരു കടുത്ത ബ്രസീൽ ഫാനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തന്നെ എന്ന് പറയേണ്ടി വരും. മത്സരത്തിന്റെ തുടക്കം മുതൽ ഈ പതറി നിൽക്കുന്ന ബ്രസീലിനെയാണ് നമ്മൾ കണ്ടത്. യുറുഗ്വേക്കെതിരെ ഗോളൊന്നും നേടാനായില്ല. ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും ബ്രസീലിന് ഗോളൊന്നും നേടാനായില്ല. ഉറുഗ്വേ ശക്തമായ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുകയും ചെയ്തത്. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് മത്സരം നീളുകയായിരുന്നു. ആവേശകരമായ ഒരു ഷൂട്ടൌട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനൊടുവിൽ ഇപ്പോൾ ബ്രസീലിന് 4-2 യുറുഗ്വേയോട് പരാജയപ്പെടേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ കോപ്പ അമേരിക്കയിൽ നിന്ന് ബ്രസീൽ പുറത്തായിരിക്കുകയാണ്. നിശ്ചിത സമയത്തിൽ ഇരു ടീമുകളും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോവുകയും ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കാനറികൾക്ക് കണ്ണീരോടെ കോപ്പ അമേരിക്കയിൽ നിന്ന് മടങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. കൊളംബിയയാണ് യുറുഗ്വേയുടെ എതിരാളികളായി സെമിയിൽ വരുന്നത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇത്. ഈ യുറുഗ്വേക്കെതിരായ മത്സരമെങ്കിൽ പോലും അവരുടെ ഒരു മികച്ച പോരാട്ടം ആയിരുന്നില്ല നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കാണുകയും ചെയ്തത്. ഏതായാലും തോറ്റ് പുറത്തായിരിക്കുന്നു. കണ്ണീരോടെ ബ്രസീൽ വിട പറയുകയാണ്. അരുൺ, എനിക്ക് പോലും കൃത്യമായി അത് വിവരിക്കാൻ കഴിയുന്നില്ല. അത്രയധികം വിഷമമുണ്ട്. തീർച്ചയായും ലോകകപ്പിലെ ഒരു തോൽവിക്ക് ശേഷം വലിയ പ്രതീക്ഷയായിരുന്നു കോപ്പ അമേരിക്ക നേടുക എന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. തോറ്റു പുറത്താവുന്നു. കാനറിപ്പട മടങ്ങുകയാണ് കണ്ണീരോടെ ഷൂട്ടൌട്ടിൽ. പക്ഷേ നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ യുറുഗ്വേ മികച്ച മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അർഹിക്കുന്ന വിജയം എന്ന് തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. ഏതായാലും നിരവധി ഇപ്പോൾ യൂറോ കപ്പിലാണെങ്കിലും കോപ്പ അമേരിക്കയിലാണെങ്കിലും മത്സരം എല്ലാം തന്നെ ഷൂട്ടൌട്ടിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നും ഷൂട്ടൌട്ടിൽ പക്ഷേ കാനറിപ്പട കണ്ണീരോടെ മടങ്ങേണ്ടി വരികയാണ്. ഇന്നലെ നമ്മൾ യൂറോ കപ്പിൽ കണ്ടത് പോർച്ചുഗലിന്റെ മടക്കമാണ്. ഇന്നിപ്പോൾ ബ്രസീലിന്റെയും കോപ്പ അമേരിക്കയിൽ നിന്നുള്ള മടക്കം കാണുന്നു. അങ്ങനെ ഫുട്ബോൾ ആവേശം അലയടിക്കുന്നു. പ്രധാന ടീമുകളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ ആവേശത്തിനൊട്ടും കുറവില്ലായിരുന്നു. പക്ഷേ അർജന്റീന, ലയണൽ മെസ്സി ഷൂട്ടൌട്ടിൽ തന്റെ അവസരം പാഴാക്കിയെങ്കിലും അർജന്റീന തിരിച്ചു വന്നു. ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഏതായാലും വിനീത പറഞ്ഞതുപോലെ മഞ്ഞപ്പട ആരാധകരെ വളരെ നിരാശരാക്കിക്കൊണ്ട് ഇതാ ബ്രസീൽ പുറത്തായിരിക്കുകയാണ് കോപ്പ അമേരിക്കയിൽ നിന്ന് എന്നതാണ് ഏറെ ഖേദകരമായ വാർത്ത. പല പ്രമുഖ ടീമുകളും യൂറോ കപ്പിൽ നിന്നും ഒപ്പം കോപ്പ അമേരിക്കയിൽ നിന്നും പുറത്താവുന്നു. ബ്രസീലാണ് ഇപ്പോൾ കോപ്പ അമേരിക്കയോട് ബൈ ബൈ പറഞ്ഞിരിക്കുന്നത്. ബ്രസീൽ ആരാധകർക്ക് വളരെ നിരാശയുള്ള വാർത്തയാണ് എന്ന് എനിക്കറിയാം. വിനീതയടക്കം ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു വാർത്ത. അങ്ങനെ ഉറുഗ്വേക്കെതിരെ ബ്രസീൽ പുറത്തായിരിക്കുന്നു. നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചിരുന്നില്ല. സെമിയിൽ ഉറുഗ്വേക്ക് കൊളംബിയയാണ് എതിരാളികൾ. അപ്പോൾ കടുത്ത മത്സരം ഇനി നമുക്ക് കോപ്പ അമേരിക്കയിലും യൂറോ കപ്പിലും ഒക്കെ കാണാം.